ജീവിത സന്ദേശത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പ്രതിദിന ധ്യാന ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 33-ാമത്തെ വചനം. നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുക്കുവിൻ. കള്ളൻ അടുക്കുകയോ പുഴു നശിപ്പിക്കുകയോ ചെയ്യാത്ത, സ്വർഗത്തിൽ പഴകിപ്പോകാത്ത മടിശീലകളും തീർന്നുപോകാത്ത നിക്ഷേപവും നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൊള്ളുവിൻ. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ, മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കിൻ എന്നുള്ള തത്വം കർത്താവായ യേശുക്രിസ്തു തന്റെ അനുചരന്മാർക്ക് നൽകുന്നത് കാണാനായിട്ട് സാധിക്കും. ഈ ലോകത്തിലെ മറ്റ് തത്വചിന്തകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി കർത്താവായ യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾക്ക് സ്വീകാര്യതയും അതിന് കുറച്ചുകൂടി താദാത്മ്യതയും അനുകരണ സ്വഭാവമുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ കർത്താവായ യേശുക്രിസ്തു നമ്മളോടെല്ലാവരോടും പറയുന്ന 3 പ്രധാനപ്പെട്ട ആശയങ്ങൾ ഈ വചനത്തിൽ കാണാനായിട്ട് സാധിക്കും. 1, നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുക്കുവിൻ. അതൊരൽപ്പം കഠിനമായ വാക്കായി പോയി എന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നാം. എന്നാൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സെൽ യുവർ പൊസഷൻസ് ആൻഡ് ഗിവ് ടു ചാരിറ്റി. നിങ്ങളുടെ വസ്തുവകകൾ, നിങ്ങൾക്കുണ്ടായിരുന്ന പൊസഷൻസ് നിങ്ങൾ വിൽക്കണം, എന്നിട്ട് ചാരിറ്റി ചെയ്യണം എന്നാണ് അവിടെ കർത്താവ് ആവശ്യപ്പെടുന്നത്. നാം ഒരു കാര്യം ഓർക്കണം, ചാരിറ്റി, നാം മറ്റുള്ളവർക്ക് നല്ല സാമൂഹ്യപരമായ വർക്കുകൾ ചെയ്യണം. അത് വളരെ ഉന്നതമായ കാര്യമാണ്. ഇന്ത്യയുടെ മദർ തെരേസ, ആ പുണ്യവതിയായ സ്ത്രീ ഒരുപാട് സേവന മനോഭാവത്തോടുകൂടി വൻകാര്യങ്ങൾ ചെയ്തു. കൽക്കട്ടയുടെ തെരുവീഥികളിൽ ആരും സ്വീകരിക്കുവാൻ ഇഷ്ടമില്ലാതിരുന്ന അനേക കുഞ്ഞുങ്ങളെ തൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ വളർത്തി പരിപാലിച്ച കാര്യം നമുക്കറിയാം. അവൾ അവരുടെ എല്ലാ സ്വത്തുക്കളും വേണ്ട എന്ന് വെച്ചിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നത്. അതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്കുള്ള സ്വത്തൊക്കെ വിൽക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്കുണ്ടായിരുന്ന സ്വത്തൊക്കെയും മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അതെടുത്ത് ചാരിറ്റി ചെയ്യണം എന്നൊരു അർത്ഥമല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. നമുക്ക് ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന നമ്മുടെ സ്ഥാനമാനങ്ങളും പദവികളും ഒക്കെ അത് ഉപേക്ഷിച്ചിട്ട് നാം ചാരിറ്റി ചെയ്യുവാനായിട്ട് ശ്രമിക്കണം. സ്വർഗത്തിൽ പോകാനല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, പക്ഷേ സ്വർഗത്തിൽ പോകുന്നത് കൊണ്ടാണ് നാം നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്. നല്ല പ്രവൃത്തികൾ, സൽപ്രവൃത്തികൾ നാം ചെയ്യണം. കാരണം ഞാൻ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. അതുകൊണ്ട് സൽപ്രവൃത്തി ചെയ്യുവാനായിട്ട് നാം ബാധ്യസ്ഥരാണ് എന്ന് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ നമ്മൾ വായിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ക്രിസ്തുയേശുവിൽ സൽപ്രവൃത്തികൾക്കായിട്ട് നാം സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ്. നാം സൽപ്രവൃത്തി ചെയ്യണം എന്നുള്ളതാണ് 1-ാമത്തെ വചനം. 2-ാമത്, നാം നിക്ഷേപം ഉണ്ടാക്കണം. എവിടെയാണ് നിക്ഷേപം ഉണ്ടാക്കേണ്ടത് എന്ന് അവിടെ കാണാനായിട്ട് കഴിയും. എവിടെയാണ് നിക്ഷേപം നാം സൂക്ഷിക്കേണ്ടത്? അവിടെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: പുഴു നശിപ്പിക്കുകയോ കള്ളൻ അടുക്കുകയോ ചെയ്യാത്ത സ്വർഗത്തിൽ. അവിടെയാണ് നാം നിക്ഷേപം സ്വരൂപിക്കേണ്ടത്. സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കണം. ആ സ്വർഗത്തിലെ 2 പ്രത്യേകതകളൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. 1, അവിടെ പഴകിപ്പോകാത്ത മടിശീലകളാണ്. 2, തീർന്നു പോകാത്ത നിക്ഷേപമാണ്. പഴകിപ്പോകാത്ത മടിശീലകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആഴം നാം ഒന്ന് മനസ്സിലാക്കണം. അന്നത്തെ കാലത്ത് തുരുത്തികളായിരുന്നു ഉണ്ടായിരുന്നത്. ആ തുരുത്തികൾ അത് കുറെ കാലം കഴിഞ്ഞപ്പോൾ അത് പഴകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിൽ ഉള്ള കാര്യങ്ങൾ അത് പഴകിപ്പോകില്ല, അതൊരിക്കലും നശിച്ചു പോകുകയില്ല. അങ്ങനെ നശിച്ചു പോകാത്ത മടിശീലകൾ ഉള്ള ഒരു സ്ഥലമാണ് സ്വർഗം. 2, തീർന്നു പോകാത്ത നിക്ഷേപമുണ്ട് അവിടെ. നാം ഈ ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് നിക്ഷേപിക്കുന്നുവോ അതെല്ലാം നശിച്ചു പോകും. എന്നാൽ സ്വർഗത്തിൽ നാം നിക്ഷേപിക്കുന്നുവോ അത് സ്ഥിരമായി ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അങ്ങനെയാണെങ്കിൽ നാം ഈ ലോകത്തിൽ കർത്താവിന് വേണ്ടി കഷ്ടപ്പെടുന്നതും സുവിശേഷം അറിയിക്കുന്നതും ദൈവവചനം പറഞ്ഞ് അനേകരെ കർത്താവിലേക്ക് നേടുന്നതും എന്തിനേറെ നമ്മൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും അത് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകുവാനുള്ളതാണ് എന്നുള്ള കാര്യം നാം മറക്കാൻ പാടില്ല. 3-ാമത്തെ വലിയ കാര്യം, നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും. നമ്മൾ എവിടെയാണ് നിക്ഷേപം
വച്ചിരിക്കുന്നത് എന്നുള്ളത് ചിന്തനീയമാണ്. 4 സുഹൃത്തുക്കൾ ഒരിക്കൽ ഒരു വലിയ ഷോപ്പിംഗ് മാളിലേക്ക് ചെന്നു. ആ ഷോപ്പിംഗ് മാളിൽ ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്ന സാധന സാമഗ്രികളും അവിടെ ഇരിക്കുന്ന വസ്തുവകകളും കണ്ടപ്പോൾ ഒരു സുഹൃത്ത് ഇപ്രകാരം പറഞ്ഞു, എത്ര ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്, എന്തോ വിലയുണ്ട് ഇവിടെ. രണ്ടാമത്തെ ആൾ പറഞ്ഞത്, അവിടെ പലതരത്തിലുള്ള വീട്ടുപകരണങ്ങളാണ് ഇവിടെ ഉള്ളത്, വെറൈറ്റി ആയിട്ടുള്ള വീട്ടുപകരണങ്ങൾ, എത്ര നല്ല കാര്യമാണ്, ഇതുവരെ ഉപയോഗിക്കാത്ത വീട്ടുപകരണങ്ങളുണ്ടല്ലോ, എന്ത് അമൂല്യമായിരിക്കുന്ന ഒരു കടയാണ് ഇത്. മൂന്നാമത്തെ ആൾ പറഞ്ഞത്, അദ്ദേഹം ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്, ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം എത്ര വലുതാണ്, ഈ വലിയ ഷോപ്പിംഗ് മാളിന് ഇൻവെസ്റ്റ് ചെയ്ത മനുഷ്യന് എത്രമാത്രം ലാഭം കിട്ടും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. എന്നാൽ 4ാമത്തെ വ്യക്തി അതിൽ നിന്ന് വളരെ വ്യത്യസ്തനായി ഇപ്രകാരം ചിന്തിക്കാനിടയായി, ആ ഷോപ്പിംഗ് മാളിൽ എത്രയോ മനുഷ്യരുണ്ട്, അവരുടെ ആത്മാക്കളുടെ വില എത്ര വലുതാണ്, ഈ ലോകത്തിലെ നിക്ഷേപങ്ങളെക്കാൾ, ഈ ലോകത്തിൻ്റെ വിലയേക്കാൾ വലുതാണ് അവിടെയുള്ള ആത്മാവിന്റെ വില. അവരോട് കർത്താവിന്റെ വചനത്തെക്കുറിച്ച് എങ്ങനെ പറയും? 4 വ്യക്തികൾ, 4 നിക്ഷേപങ്ങൾ ഉള്ള ആളുകൾ, 4 കാഴ്ചപ്പാടുള്ള ആളുകൾ. നമ്മുടെ നിക്ഷേപം എവിടെയാണ്? ഈ ഭൂമിയിലാണ് നമ്മുടെ നിക്ഷേപമെങ്കിൽ ഭൗമികമായി മാത്രമേ നാം ചിന്തിക്കുകയുള്ളൂ. എന്നാൽ സ്വർഗത്തിലാണ് നമ്മുടെ നിക്ഷേപമെങ്കിൽ എല്ലാ കാര്യവും സ്വർഗീയമായി ചിന്തിക്കുവാനായിട്ടിടയായിത്തീരും. പ്രിയമുള്ളവരെ, നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കുറച്ചു സമയം ജീവിക്കുന്നുള്ളെങ്കിലും അത് സ്വർഗത്തിൽ നിക്ഷേപമുള്ളവരായി ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. പിതാവേ, നന്ദിയോട് സ്തോത്രം. വിട്ടുപിരിയേണ്ട ലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. നിത്യകാലം സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്ന നിക്ഷേപത്തിനു വേണ്ടി സ്വർഗത്തിലേക്ക് ചിലത് കരുതുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്തിലെ കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുന്ന ഭൂമിയിലല്ല നിക്ഷേപങ്ങൾ സ്വരൂപിക്കേണ്ടത് എന്ന് ഞങ്ങളെ ഒരിക്കൽ കൂടി ഓർപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിന്റെ സന്നിധിയിലുള്ള നാമത്തിൽ തന്നെ. ആമേൻ.